കഴക്കൂട്ടം സൈനിക നഗറിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഇന്നലെ രാത്രിയിലെ ശക്തമായ കാറ്റിലാണ് മേൽക്കൂര പറന്നുപോയത്. കഴക്കൂട്ടം സൈനിക നഗറിൽ മോഹന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. കുട്ടികളടക്കം 8 പേർ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. ആർക്കും പക്ഷേ പരിക്കേറ്റിട്ടില്ല എന്ന ആശ്വാസകരമായ വിവരം കൂടിയുണ്ട്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, തലസ്ഥാനത്ത് മഴ ശക്തമാണ്. കഴക്കൂട്ടത്ത് വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഈ വീടിന്റെ മേൽക്കൂര ആകെ തന്നെ അങ്ങ് പറന്നു പോവുകയായിരുന്നു അല്ലേ? അതേ സ്മൃതി, കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പെയ്ത ശക്തമായ മഴയിൽ ഇതിനോടകം 4 വീടുകളുടെ മേൽക്കൂരയാണ് ഇതിനോടകം പറന്നു പോയിരിക്കുന്നത്. നിലവിൽ ഈ കഴക്കൂട്ടം സൈനിക് നഗറിലെ മോഹനൻ ഉഷ ദമ്പതികളുടെ വീടാണ് നിലവിൽ ഈ തലത്തിൽ ഇന്നലെ രാത്രി 9:30 ശക്തമായ കാറ്റിൽ ഷീറ്റിട്ട വീടായിരുന്നു. ഈ ഷീറ്റ് മുഴുവനായിട്ട് പറന്നു പോയിരിക്കുകയാണ്. നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. താഴോട്ട് ഇവിടെ ഇപ്പോൾ അവർക്ക് താമസിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വെള്ളം അമിതമായിട്ട് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. മഴ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലെ അവസ്ഥ. നിലവിൽ ഇന്നലെ 8 പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. നിലവിൽ ഈ മോഹനൻ മരണപ്പെട്ടിട്ട് കുറച്ച് വർഷങ്ങളായി. അവരുടെ ഭാര്യയും മരുമക്കളും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ഇവിടെ കഴിഞ്ഞു വരികയായിരുന്നു. ഇനി ആകെയുള്ളത് ഈ ഒരു ചെറിയൊരു ഷീറ്റിലുള്ള ഒരു ഇടം മാത്രമാണ്. ബാക്കി മുഴുവൻ ഷീറ്റും ഇവിടുന്ന് പറന്നുപോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇന്നലെ താമസിച്ച് വന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉഷ പറയുന്നത്. ചേച്ചിയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് തേടാം. ചേച്ചി, എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഞാനും എൻ്റെ മക്കളുമായിട്ട് വീട്ടിൻ്റെ അകത്ത് ഇരുന്നപ്പോഴത്തേക്ക് ഭയങ്കരമായൊരു കാറ്റ് വന്നായിരുന്നു. ആ കാറ്റിൽ നോക്കിയപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ട് ഞങ്ങൾ ഉയരോട്ട് നോക്കിയപ്പോൾ ഷീറ്റ് മൊത്തം ഇങ്ങനെ പൊങ്ങി ഒരലർച്ചയോടെ അങ്ങ് പോയി. ഞങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് പിള്ളേരെ എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഓടുകയുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നപ്പോൾ? മഴ വലുതായിട്ടില്ലായിരുന്നു, കാറ്റായിരുന്നു ഭയങ്കരമായിട്ടുണ്ട്. ഒന്നും പറ്റിയില്ല, അപകടമൊന്നും പറ്റിയില്ല അല്ലേ? വലുതായിട്ടൊന്നും പറ്റില്ല. കൊച്ചുമോൻ്റെ ഈ സീലിംഗ് ചെയ്തത് ഒന്ന് പുറത്തൂടെ വീണ് അത്രയേ ഉള്ളൂ. വേറെ മോൻ്റെയാണോ? കൊച്ചുമോൻ്റെ. മോന് പരിക്കുണ്ടോ? വീട്ടിലാർക്കും പരിക്ക് പറ്റിയില്ല എന്നുള്ളത് ആശ്വാസകരമായാണ്. കഴക്കൂട്ടത്തിലെ കാഴ്ചയും വിവരങ്ങളുമാണ് നൽകിയത്. ഇനി